എനിക്കൊന്നുകൂടെ റിവൈസ് ചെയ്യാമായിരുന്നല്ലോ. മരിക്കുന്ന നേരത്ത് നമ്മളൊക്കെ ഇത് പറയും. ആരാ സമയം തീർന്ന് പൂതി തീർന്നിട്ട് മരിച്ചു പോകുന്നത്? എല്ലാവരും പൂതി തീരാതെയാ മരിക്കുന്നത്. ഒരു ജനാസ ചുമന്നു കൊണ്ടുപോകുമ്പോ ഒരുപാട് ആഗ്രഹങ്ങളാണ് ആ പുതഞ്ഞു കൊണ്ടുപോകപ്പെടുന്നത്. ഒരു മയ്യത്തിനെ ഖബറിലേക്ക് വെക്കുമ്പോ ഒരുപാട് ആഗ്രഹങ്ങളാണ്. മക്കളെ കെട്ടിക്കണം, വീട് കുടിയാവണം, പേരക്കുട്ടിയെ കളിപ്പിക്കണം, കാണണം, യാത്രകൾ പോകണം, ഉംറ ചെയ്യണം, സിയാറത്തുകൾ ചെയ്യണം. ഒരുപാട് ആഗ്രഹങ്ങൾ. മകന്റെ വീട് പണി നടക്കുന്നത് നടന്നു കാണണം, അവിടെ സ്ഥലം വാങ്ങാനിരിക്കുന്നു, അതൊന്ന് വാങ്ങിച്ച് കഴിയണം, നാട്ടിൽ പരിപാടി നടക്കുന്നുണ്ട്, അതിലൊന്ന് കൂടണം. അങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുടെ ചെറുതും വലുതുമായ ആഗ്രഹങ്ങളാണ് 3 തുണിയിൽ പൊതിയപ്പെട്ട് കൊണ്ടുപോകുന്നത്. ആഗ്രഹങ്ങളാണ് നമ്മൾ ഒരർത്ഥത്തിൽ ആലങ്കാരികമായി പറയുകയാണെങ്കിൽ നമ്മൾ ചുമന്നു കൊണ്ടുപോയി ഖബറിലേക്ക് വെക്കുന്നത്. ആരും ആഗ്രഹങ്ങൾ അവസാനിച്ചു കൊണ്ടല്ല പോകുന്നത്. അതുകൊണ്ട് ഒരു ഒരുക്കം ആവശ്യമാണ്. ഈ ഒരു അലംഭാവവും അനാസ്ഥയും വെടിഞ്ഞ് കൃത്യമായും അള്ളാഹുലേക്കുള്ള ഒരു യാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. ഒരുപാട് ചിരിക്കണ്ട എന്നല്ല പറഞ്ഞത്, ചിരി കൂടുതലാവരുത്. ഒരുപാട് കരയുകയും ഒരൽപ്പമേ നിങ്ങൾ ചിരിക്കുകയുമായിരുന്നുള്ളൂ. നിങ്ങൾക്ക് ഞാൻ അറിയുന്ന പോലെ പരലോകത്തിന്റെ വിഷയം അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാനത് പോയി കണ്ടതാണ് എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു